ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഫിർഔൻ. അദ്ദേഹത്തിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്ന വേലക്കാരിയായിരുന്നു മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ. അവർ ഒരിക്കൽ മകളുടെ മുടി വാരി കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായ ചീർപ്പ് താഴെ വീണു. പെട്ടെന്ന് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മാഷിത്ത ആ ചീർപ്പ് കയ്യിലെടുത്തു. മകള് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ പിതാവിനെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, നിന്നെയും എന്നെയും നിന്റെ പിതാവിനെയും ഒക്കെ സൃഷ്ടിച്ച ഏകനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വാർത്ത ഫിരോന്റെ ചെവിയിലെത്തുകയാണ്. ഫിരോനാകെ കോപം കൊണ്ട് തിളക്കുകയാണ്. മാഷിത്തയും അവരുടെ മക്കളെയും കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. മാഷിത്തയോട് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവർ ഒരിക്കലും കൂട്ടാക്കിയില്ല. അപ്പോൾ ഫിരോൻ കൽപ്പിക്കുകയാണ്, ഇവരുടെ മക്കളെ ഓരോരുത്തരെയും ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ തീയിലേക്ക് വലിച്ചെറിയുക. അങ്ങനെ ഓരോ മക്കളെയും തീയിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. അവർ പിന്മാറിയില്ല. പക്ഷെ അവസാനം മുലയൂട്ടുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ മാതാവല്ലേ ഒന്ന് പതറിപ്പോയി. ആ പതർച്ചയിൽ ഈ കുഞ്ഞു സംസാരിക്കുകയാണ്. അല്ലാഹു സംസാരിപ്പിക്കുകയാണ്, കരയല്ലുമ്മ, നാളെ സ്വർഗത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഈ കുഞ്ഞിനും കൊണ്ട് അവർ ആ തീയിലേക്ക് എടുത്തു ചാടുകയാണ്. പിന്നീട് മെഹറാജിന്റെ രാവിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു. നബി ചോദിച്ചു, അല്ലോ ജിബിരിയിലെ, ഇതെന്തിന്റെ സുഗന്ധമാണ്? ജിബിരിൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇത് അന്ന് മൂസാ നബിയുടെ കാലത്തുണ്ടായ മാഷിത്തയുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണ്.